കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകം വിട ചൊല്ലുകയാണ്. അവിടെ അന്ത്യശുശ്രൂഷകൾ പുരോഗമിക്കുകയാണ്. ഒരുപാട് മനുഷ്യരെത്തുന്നുണ്ട്. 130 രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളടക്കം ഒരുപാട് സാധാരണക്കാരനായ മനുഷ്യന്മാർ വരെ അവിടെ മാർപ്പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. വത്തിക്കാനിലെ സംസ്കാര ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളാണിപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ലോകമാതകെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. വലിയിടയന് യാത്രാമൊഴിയുകയാണ്. പ്രാർത്ഥനാ നിർഭരമാണ് ലോകമാകെ. വത്തിക്കാൻ മാത്രമല്ല പ്രാർത്ഥനാഭരിതമായി മാറുന്നത്. ലോകമാകെ വിശ്വാസി സമൂഹം മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പയുടെ ജീവിതകാലമാകെ സ്മരിക്കുന്നു. മാർപ്പാപ്പയുടെ നല്ല ചെയ്തികളെ ഓർത്തെടുക്കുന്നു. വലിയിടയന് മനസ്സിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. ലോക നേതാക്കൾ നേരിട്ടെത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. നമുക്കൊപ്പം റവറൻഡ് ഡോക്ടർ ജേക്കബ് പ്രസാദ് ചേരുന്നുണ്ട്. ഫാദർ, അവിടെ ഇപ്പോൾ എന്തൊക്കെ ചടങ്ങുകളാണ് നടക്കുന്നത്? ലോകമെമ്പാടുമുള്ള ഒരുപാട് മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യർ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അവസാനമായിട്ടൊന്ന് കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. സാധാരണ മനുഷ്യരെല്ലാം എന്നും ചേർത്ത് പിടിച്ചു നിന്നൊരു വ്യക്തിത്വമാണ്. ഓരോ മനുഷ്യൻ്റെയും ഒരു സത്വമെന്ന് പറയുന്നത് തന്നെ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ ഊന്നിയുള്ള ജീവിതമായിരിക്കണം എന്നുള്ളൊരു സന്ദേശം പകർന്നു വെച്ച വ്യക്തിയാണ് മാർപ്പാപ്പ. ഇപ്പോൾ അവിടെ എത്രത്തോളം സാധാരണക്കാരായ മനുഷ്യരുടെ ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി നടക്കാനുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്? മൃതശരീരം വത്തിക്കാനിൽ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നിന്ന് സെൻറ്റ് മേരി മേജർ ബസലിക്കയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. റോമ പട്ടണത്തിൻ്റെ പ്രധാന വീഥികളിലൂടെയാണ് ഈ പ്രദക്ഷിണം കടന്നുപോയത്, മൃതസംസ്കാര പ്രദക്ഷിണം കടന്നുപോയത്. അവിടെ എല്ലാ പ്രധാനപ്പെട്ട വീഥികൾ എന്ന് പറയുമ്പോൾ അവിടെ പിയാത്സ വെനീസ്യ എന്ന് പറയുന്നത് റോമ പട്ടണത്തിൻ്റെ ഹൃദയഭാഗം ആണ്. അവിടെയാണ് അൾത്താരെ ദെല്ലെ പാത്രിയ, അതായത് ഇറ്റലി രൂപീകൃതമായത്, ഇറ്റാലിയൻ റിപ്പബ്ലിക് രൂപീകൃതമായത് 1871 ആണ്. അന്ന് മറ്റ് എല്ലാ ചെറിയ നാട്ടുരാജ്യങ്ങളെയൊക്കെ എല്ലാം യോജിപ്പിച്ച് ഇറ്റാലിയൻ റിപ്പബ്ലിക് രൂപീകൃതമായി. അതിനോടനുബന്ധിച്ചാണ് റോമ തലസ്ഥാനമായ മാറിയതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ വലിയൊരു ഓൾട്ടർ ഓഫ് ദ നേഷൻ, അതായത് അവിടെ ഇവരുടെ രാജ്യത്തിൻ്റെ അൾത്താര, അതായത് ഇവരുടെ രാജ്യത്തിന് വേണ്ടി പടപൊരുതി പൊലിഞ്ഞുപോയ ആളുകളുടെ ഓർമ്മയ്ക്കായിട്ടുള്ള നിരന്തരം ജ്വലിക്കുന്ന, നമ്മുടെ നാട്ടിൽ ഉള്ളതുപോലെ ഒരു ജ്വാല അവിടെയുണ്ട്. അതിലൂടെ ഇത് കടന്നുപോയി. അതിനുശേഷം ലാറ്ററൻ, അതിന് മുമ്പായിട്ട് കൊളസേവത്തിൻ്റെ മുമ്പിൽ കൂടെ പോയി. കൊളസേവ് എന്ന് പറയുന്നത് റോമിലെ ആംഫി തിയേറ്റർ ആണ്. റോമിലെ ആംഫി തിയേറ്റർ എന്ന് പറയുമ്പോൾ സ്റ്റേഡിയം AD 81-നും 96-നും ഇടയ്ക്ക് ഭരിച്ചിരുന്ന റോമ ചക്രവർത്തി ആയിരുന്ന ഡൊമീഷ്യൻ ചക്രവർത്തി പണി കഴിപ്പിച്ച സ്റ്റേഡിയം ആണിത്. ഇന്നും അത് നിലനിൽക്കുന്ന 1-ാം നൂറ്റാണ്ടിൽ നിന്ന് പണി കഴിപ്പിച്ച് അവിടെ ഒരുപാട് മതപീഡനവും മറ്റും നടന്നിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ ചാരെ കടന്നുപോയി. അതിനുശേഷം ലാറ്ററൻ ബസലിക്ക, ഇത് റോമ രൂപതയുടെ കത്തീഡ്രലായ ലാറ്ററൻ ബസലിക്കയുടെ അടുക്കൽ കൂടി ഇത് കടന്നു വന്നു. അതും കടന്ന് ആ റോഡ് വിയ മെറുളാന എന്ന് പറയുന്ന, അതും സെൻറ്റ് മേരി മേജർ ബസലിക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ റോഡിലൂടെ കടന്നു പോയിരിക്കുകയായിരുന്നു. അത് ഈ റോഡിൻ്റെ ചുറ്റും, ഈ എവിടെ മൃതദേഹം കടന്നുപോയ ചുറ്റും ധാരാളം ഒട്ടനവധി ആളുകൾ അഞ്ജലി അർപ്പിക്കാനായിട്ട് റോഡിന് ചുറ്റും കൂടി നിൽക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. ഇതിൻ്റെ മൃതശരീരത്തിൻ്റെ പിന്നാലെ ഔദ്യോഗിക വാഹനങ്ങൾ മാത്രമാണ് വന്നത്. വലിയൊരു ജനാവലി അതിനെ പിന്തുടരുന്നില്ലായിരുന്നു പ്രദക്ഷിണമായിട്ട്. എന്നാൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം പേര് നിന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നുണ്ടായിരുന്നു ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി. അതിനുശേഷം ഇപ്പോൾ ഈ മൃതശരീരം സെൻറ്റ് മേരി മേജർ ബസലിക്കയിലേക്ക് എത്തിയിരിക്കുകയാണ്. സെൻറ്റ് മേരി മേജർ ബസലിക്ക എന്ന് പറയുന്നത് AD 432 പണി കഴിപ്പിക്കാൻ തുടങ്ങിയത് ആണ്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പണി കഴിപ്പിക്കൽ അവസാനിച്ചത് 1743 ആണ്. AD 432 എന്ന് പറയുമ്പോൾ 431 സഭയിൽ മറിയത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമുണ്ടായത്. മറിയം ദേവമാതാവ് എന്നുള്ള ആ പേര്, തെയോട്ടോക്കോസ് ദേവമാതാവ്
എന്നുള്ള പേര്. ദേവമാതാവ് എന്ന് പറയുമ്പോൾ നെസ്റ്റോറിൻ എന്ന് പറയുന്ന ഒരു ചിന്തകൻ മറിയത്തെ യേശുവെന്ന് പറയുന്ന മനുഷ്യൻ്റെ മാത്രം അമ്മയായിട്ട്, മനുഷ്യനും ദൈവവും എന്നുള്ളത് രണ്ടായിട്ട് തിരിച്ചു കണ്ടിട്ട് മനുഷ്യൻ്റെ മാത്രം അമ്മയാണെന്ന് പറഞ്ഞു. എന്നാൽ അതിനെതിരായിട്ട് സഭാപിതാക്കന്മാർ കൂടിയിരുന്ന് നടത്തിയ സാർവത്രിക സൂനകദോസിൽ യേശുവിൻ്റെ മനുഷ്യത്വവും യേശുവിൻ്റെ ദിവ്യത്വവും തമ്മിൽ വേർതിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഏക മനുഷ്യൻ എന്ന ദൈവപുത്രനായ യേശുവിൻ്റെ അമ്മ എന്ന അർത്ഥത്തിലാണ് അവളെ തെയോടോക്കോസ് അല്ലെങ്കിൽ ദൈവമാതാവെന്ന് വിളിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തുടങ്ങിയ ദേവാലയം ആണ് 432 അത് അവസാനിച്ചത് 1743 മഹാദേവാലയമായിട്ട്, ദേവാലയങ്ങളുടെ ദേവാലയമായി സാങ്ച്വറി ഓഫ് സാങ്ച്വറീസ്, മറിയത്തിൻ്റെ പേരുള്ള അല്ലെങ്കിൽ മറിയത്തിൻ്റെ നാമധേയത്തിലുള്ള എല്ലാ ദേവാലയങ്ങളുടെ അമ്മ ആയിട്ട് മാതാവ് ദേവാലയം നിലകൊള്ളുന്നു. റോമിലെ വളരെ വലിയ ദേവാലയം ആണിത്, ബസിലിക്കയാണ്. അവിടേക്ക് മറിയത്തിൻ്റെ ഛായാചിത്രം, എണ്ണച്ചായ ചിത്രമുള്ള ആ ചിത്രം തന്നെ 1590 ചെയ്ത ചിത്രമാണ്. അതാണ് സാലുസ് പോപ്പുളി റൊമാനി എന്ന് പറയുന്ന ചിത്രം. ആ ചിത്രത്തിൻ്റെ കീഴിൽ അത് ചാപ്പൽ ഓഫ് സെൻറ്റ് പോൾ അല്ലെങ്കിൽ കപ്പെല്ല ബൊർഗേസികളുടെ ചാപ്പൽ എന്നറിയപ്പെടുന്ന ചാപ്പലാണ്. അവിടെയാണ് ഇത് ഫ്രാൻസിസ് പാപ്പായുടെ ഭൗതിക അവശിഷ്ടം വയ്ക്കുന്നത്, അത് സംസ്കാരം നടത്തുന്നത് അവിടെയാണ്. അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ പ്രാർത്ഥനകൾ നടക്കുന്നു. പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുള്ള ഗാനം ആണ് ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഈ സെൻറ്റ് മേരി മേജർ ബസിലിക്കയിൽ. ഈ ഇത് ടൂമ്പിന് ഉള്ളിൽ നിക്ഷേപിക്കുന്നത് അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ കോഫിൻ അടയ്ക്കുകയുണ്ടായി. കോഫിൻ അടച്ചപ്പോൾ അതിനകത്ത് നിക്ഷേപിച്ചത് ഫ്രാൻസിസ് പാപ്പായുടെ കാലത്ത് വത്തിക്കാനിൽ നിന്ന് ഇറങ്ങിയ, അവിടെ അച്ചുകൂടത്തിൽ നിന്ന് ഇറങ്ങിയ, കമ്മട്ടത്തിൽ നിന്ന് ഇറങ്ങിയ നാണയങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് വത്തിക്കാൻ്റെ നാണയങ്ങളുടെ പ്രതി അതിൽ നിക്ഷേപിച്ചു. അതോടൊപ്പം തന്നെ ഒരു പേജിൽ എഴുതിയ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു പേജിൽ മാത്രം എഴുതിയ അദ്ദേഹത്തിൻ്റെ പേപ്പസി, പരമാചാര്യ ശുശ്രൂഷ എങ്ങനെയായിരുന്നു എന്ന് വിവരിക്കുന്ന ഒരു റോജിത്തോ എന്നാണ് ഇറ്റാലിയനിൽ പറയുന്നത്, ഇംഗ്ലീഷിൽ ഡീഡ് അല്ലെങ്കിൽ സാക്ഷ്യപത്രം അതിൽ നിക്ഷേപിക്കുകയുണ്ടായി. ഇത്രമാത്രം ആണ് ചെയ്തത്. സാധാരണയായിട്ട് 3 കോഫിൻസ് ഉണ്ടാകുന്ന 3 പെട്ടികൾ ഉണ്ടാകുന്നത്. പക്ഷേ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു തനിക്ക് ഒരു പെട്ടി മാത്രം മതി, അത് ഇത് മരത്തിലുള്ള പെട്ടിയായിരിക്കണം, മറ്റൊന്നും ആയിരിക്കാൻ പാടില്ലെന്ന്. അങ്ങനെ ഒരു പെട്ടിയിൽ ഈ ഫ്രാൻസിസ് പാപ്പയെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വയ്ക്കുകയുണ്ടായി. ഇപ്രകാരം കൊണ്ടുവന്ന ഈ ഭൗതിക ശരീരം അവസാനമായിട്ട് അടക്കം ചെയ്യുന്ന നിമിഷങ്ങളിലേക്കാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്.